പ്രിയപ്പെട്ട കൂട്ടുകാരെ, ദിസ് ഈസ് മീ എവ്ലിൻ ഫ്രം ജർമ്മനി. കൂട്ടുകാരെ, ഇവിടെ ഞാൻ പനിയും ജലദോഷമൊക്കെ പിടിച്ചിരിക്കുകയാണ്. പനിയും ജലദോഷമൊക്കെ നമ്മളെ കീഴടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് മീൻ മേടിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ ജർമ്മനിയിൽ മീൻ കിട്ടാനൊക്കെ ആയിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അടുത്തുള്ള ടൗണിൽ പോകാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് പനിയും ജലദോഷമൊക്കെ ഉള്ളപ്പോഴത്തേക്ക് നമ്മൾ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് ഇടണം. കണ്ടോ, നല്ല ലൂസ് ആയിട്ടുള്ള ഷർട്ടും പാൻസും ഒക്കെ ഇട്ടാണ് ഞാൻ പോകുന്നത്. എന്തുകൊണ്ടോ നമ്മൾ ഈ പനിയൊക്കെ പിടിച്ചിരിക്കുമ്പോഴത്തേക്ക് ഇറുകിയ ഡ്രസ്സൊക്കെ ഇടാനായിട്ടൊന്നും തോന്നൂല. അപ്പോൾ എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോളൂ, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പം ഈ ഒരു ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് ഞാൻ മീൻ മേടിച്ചിട്ട് വരാം. എൻ്റെ താമസ സ്ഥലത്ത് നിന്നും അടുത്തുള്ള ഒരു ടൗണാണ്. അടുത്തെന്ന് പറയുമ്പം ഒരു 20 കിലോമീറ്റേഴ്സ് അകലെയാണ് കേട്ടോ. ഒരു ടൗണാണ് ഓസ്നാബ്രുക്ക്. ഒരു വലിയ ടൗണാണ്. അവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല. കൂട്ടുകാരെ, എനിക്ക് മീൻ കിട്ടി. മീൻ ഇനി വീട്ടിൽ ചെന്ന് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഞെട്ടാൻ പോകുന്നത്. ഞാൻ അങ്ങനെയാണ് കൂട്ടുകാരെ. എനിക്ക് എന്തെങ്കിലും പനിയോ ജലദോഷമോ എന്തെങ്കിലും അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നിരിക്കുമ്പം ഞാൻ എന്നെ തന്നെ ചിയറപ്പ് ചെയ്യും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫുഡ്, നല്ല പുറത്തുള്ള യാത്രകൾ ഒക്കെ ഞാൻ എന്നെ തന്നെ സ്വന്തമായിട്ട് ചിയറപ്പ് ചെയ്ത് അങ്ങനെ ആണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ റോസ്മാൻ വരെ ഒന്ന് പോയി. റോസ്മാനിൽ നമുക്ക് ആവശ്യമുള്ള ഡ്രോഗറി ഐറ്റംസ് എല്ലാം മേടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അല്ലറ ചില്ലറ മെഡിക്കമെൻ്റ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ, അതായത് ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്നത് വിറ്റാമിൻ സിയും മൾട്ടി വിറ്റമിനുമാണ്. മൾട്ടി വിറ്റമിൻ മാംഗോ ഗഷ്മാക്ക്, അതായത് മാംഗോയുടെ ടേസ്റ്റും വിറ്റമിൻ സി മേടിച്ചിരിക്കുന്നത് നാരങ്ങയുടെ ടേസ്റ്റുമുള്ള 2 ഗുളികകളാണിത്. വെള്ളത്തിലിട്ട് അലിയിച്ച് കുടിക്കാനുള്ളതാണ്. അപ്പോൾ പനിയൊക്കെ ഉള്ളപ്പോഴത്തേക്കും വിറ്റമിൻസ് ഒക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ വാങ്ങിച്ചത്. ഈ റോസ്മാനിൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും മേക്കപ്പ് ഐറ്റംസ്, എന്തെങ്കിലും കോസ്മെറ്റിക്സ്, അല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങൾ, പച്ചക്കറികളൊന്നും കിട്ടില്ല കേട്ടോ. അല്ലാതെയുള്ള അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ, എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പാണ് റോസ്മാൻ. അപ്പോൾ എല്ലാ ടൗണിലും ഈ റോസ്മാൻ ഉണ്ട്. വലിയ ടൗണുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും തന്നെ ബ്ലോക്ക് ഉണ്ടാവും. അപ്പം നമ്മളിങ്ങനെ പോസ്റ്റായിട്ടിരിക്കും. വീണ്ടും ഞാൻ തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക്. കാരണം നമ്മൾ മീൻ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല. അവിടെ നിന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മീൻ മോശമായി പോവില്ലേ. അപ്പം നമ്മൾ ആദ്യം തന്നെ മീൻ മേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരണം. അല്ലെങ്കിൽ തന്നെ മറ്റ് ഷോപ്പിങ്ങിനൊന്നും പോകാനുള്ള ആരോഗ്യം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ നേരെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയാണ് ഇത്. ആദ്യം ഔട്ടോബാനിലൂടെയാണ് സഞ്ചരിച്ചത്. അതിനുശേഷം ലാൻഡ് സ്ട്രാസെ എന്ന് പറയും. അങ്ങനെയുള്ള നല്ല റോഡാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ ലാൻഡ് സ്ട്രാസയിൽ കൂടെ വണ്ടി ഓടിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഔട്ടോബാനിൽ യാത്ര ചെയ്യുന്നതിനും എനിക്ക് കാർ ഓടിക്കാനായിട്ട് ഈസി ആയിട്ട് തോന്നുന്നത് ഈ ലാൻഡ് സ്ട്രാസയിലാണ്. ഈ ലാൻഡ് സ്ട്രാസയിൽ കൂടെ പോകുമ്പം അങ്ങും ഇങ്ങും ഒക്കെ കാണാനായിട്ട് നല്ല രസമാണ്. പാടവും കാടും ഒക്കെ ഉണ്ട്. ഇനിയിപ്പം നമ്മൾ ടൗണിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മഞ്ഞ ബോർഡ് കാണുമ്പോഴത്തേക്കും നമ്മൾ സ്പീഡ് കുറയ്ക്കണം, 50-ലാക്കണം. അങ്ങനെ നമ്മൾ ടൗണിലെത്തി. ഇനി ഞാനൊരു അപ്പോത്തേക്ക്, അതായത് മെഡിക്കൽ ഷോപ്പ് അന്വേഷിക്കുകയാണ്. കുറച്ച് മരുന്നോട് മേടിക്കാമെന്ന് ഓർത്തു. കാരണം മരുന്നില്ലാതെ ഈ ജലദോഷം പനിയൊന്നും പോകത്തില്ല എന്ന് തോന്നിയിട്ടാണ് അപ്പോത്തേക്കെന്ന് എഴുതിയേക്കുന്നത് കണ്ടോ. അവിടെ ഞാൻ പോയി മരുന്ന് മേടിച്ചു. ഞാൻ മേടിച്ചത് ഫ്ലാൻസ്ലിഹെ മെഡിക്കമെൻ്റ്, അതായത് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള മെഡിക്കമെൻ്റാണ്. പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. പിന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറി. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഒരു വലിയ പ്ലാസ്റ്റിക് ഷീറ്റ് കട്ട് ചെയ്ത് വിരിച്ചു. കാരണം ഇവിടെയൊക്കെ ഡേർട്ടി ആയി കഴിഞ്ഞാൽ അതൊന്നും ക്ലീൻ ചെയ്യാൻ വയ്യ. പ്ലാസ്റ്റിക് ഷീറ്റ് ആകുമ്പോൾ അതേപടി എടുത്ത് കളഞ്ഞാൽ മതി. ആദ്യത്തെ ഫിഷിൻ്റെ പേര് ഡൊറാഡെ എന്നാണ്. ഡൊറാഡെ നല്ല ടേസ്റ്റുള്ള മീനാണ്. ഇവിടെ ജർമ്മൻ സൂപ്പർ മാർക്കറ്റുകളിൽ അത് മേടിക്കാൻ കിട്ടും. ഇനി രണ്ടാമതായിട്ട് നമ്മുടെ മത്തി മീനാണ് ഇപ്പം ഞാൻ ഈ കുടഞ്ഞ് ഇടുന്നത്. അടുത്ത മീനിൻ്റെ പേര് മക്കറേൽ എന്നാണ്. ഈ മീൻ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, പക്ഷേ കണ്ടപ്പോൾ ഒരു ആവേശത്തിന് വാങ്ങിച്ചതാണ്. ഈ മീൻ മുൻപും ഞാൻ മേടിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് അത്ര ടേസ്റ്റുള്ള മീനായിട്ട് ഓർമ്മയിലില്ലാത്തൊരു മീനാണ്. ഇങ്ങനെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പോയത് തന്നെ. അപ്പം നമ്മുടെ ലാക്സ് നല്ല ടേസ്റ്റുള്ള മീനാട്ടോ. നല്ല കറി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ്. പണ്ടുണ്ടല്ലോ, ഞാനും മമ്മിയും ഡാഡിയും നാട്ടിൽ ആയിരിക്കുമ്പോൾ ഞങ്ങൾ നല്ലതായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കും. ഞങ്ങൾ ആഴ്ചയിൽ ബീഫും ചിക്കനും ഫിഷും ഒക്കെ ഉണ്ടാക്കി നല്ല ആഘോഷമായിട്ട് ഫുഡ് കഴിക്കുന്നവരായിരുന്നു. ഞങ്ങൾക്കതൊരു വലിയൊരു സന്തോഷമായിരുന്നു.
അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കും. അതിനകത്ത് മെയിനായിട്ട് ഞാൻ ഒറ്റ മകളായതുകൊണ്ട് നമുക്ക് അങ്ങനെ മറ്റാർക്കും ഷെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഏറ്റവും കൂടിയ പ്രയോറിറ്റി എനിക്ക് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴാണേലും ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഫുഡ് നന്നായിട്ട് ഇങ്ങനെ ടേസ്റ്റി ആയിട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ലൈഫിൽ ഒരുപാട് വിഷമങ്ങളൊന്നും ഉണ്ടാവത്തില്ല. കാരണം അവർക്ക് ഫുഡാണല്ലോ മെയിൻ. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് വെറൈറ്റി ഓഫ് ഫിഷസ് ആണ് കേട്ടോ. ഇതാണ് ലാക്സ്, മറ്റേത് മക്കറൽ, ഇത് ഡൊറാഡെ, ഇത് മത്തി, അങ്ങനെ വിവിധ ഇനം ഫിഷ് ഇരിക്കുകയാണ്. ഇനി ഇത് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് പല ദിവസങ്ങളിലായിട്ട് കഴിക്കാനുള്ളതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും മീനാണെന്ന്. കാരണം മീൻ എനിക്ക് അത്ര ഇഷ്ടമാണ്. മത്തി വെട്ടുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. മത്തി വെട്ടാൻ ഇനി അറിയില്ലെന്ന് ആരും പറയരുത്. മത്തി ഇങ്ങനെ എടുക്കുക, അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ, ഇത് ശരിയായില്ല. മത്തി ഇങ്ങനെ എടുക്കുക, അതിനുശേഷം ഇവിടെ തലയിൽ ഇങ്ങനെ ഞുള്ളുക, ഞുള്ളിയതിന് ശേഷം ഇങ്ങനെ വലിച്ചെടുക്കുക, എന്നിട്ട് അത് കളയുക, എന്നിട്ട് വയറിനകത്തുള്ള സംഭവമൊക്കെ ഇങ്ങനെ എടുത്ത് കളയുക. ഇവിടെ വന്നേ പിന്നെയാണ് ഞാൻ കുക്കിങ്ങിൽ പുലി ചെയ്ത് പുലി. നാട്ടിൽ വെച്ച് മത്തിയൊന്നും ഞാൻ കൈകൊണ്ട് തൊട്ടിട്ട് പോലുമില്ല. പക്ഷേ ജർമ്മനി വന്നു കഴിഞ്ഞ് മത്തിയൊക്കെ മേടിച്ച് വെട്ടുന്ന വെട്ടൽ കണ്ടാൽ ഞെട്ടും നിങ്ങൾ. ഈ വീഡിയോ കാണുന്ന എൻ്റെ മമ്മിയും ഡാഡിയും വരെ ഞെട്ടും. കാരണം ഇതാരാണ് ഇങ്ങനെ മത്തി വെട്ടാൻ പഠിപ്പിച്ചതെന്ന് അവർ വിചാരിക്കും. അവർക്കറിയില്ലല്ലോ ഞാനൊരു പൂച്ചയെ പോലെ മത്തി ഒക്കെ കൈ കൊണ്ടും നഖം കൊണ്ടും പല്ലുകൊണ്ടും ഒക്കെ കടിച്ച് മുറിച്ച് വെട്ടിയെടുക്കുമെന്ന്. കണ്ടപ്പോഴത്തേക്കും ആക്രാന്തം കൊണ്ട് എല്ലാം കൂടെ വാങ്ങിച്ചെടുത്താണ്. കാരണം മീനൊക്കെ ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ നമുക്ക് സാധാരണ ഇവിടെ മീനിന് ഭയങ്കര വിലയാണ്. സാധാരണ നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നതിൻ്റെ ഒരു 3 ഇരട്ടി വിലയാണ് മീനിന്. അതുകൊണ്ട് മീൻ എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡാണ്. നോക്ക്, ഈ മീനിന് വയറിനകത്ത് എന്തൊക്കെയുണ്ട്, അതുകൊണ്ട് എനിക്കിഷ്ടമല്ലാത്ത. ഈ മീനൊക്കെ ആണെങ്കിൽ ഓൾറെഡി ഒന്നുമില്ല. ഈ മീനിൻ്റെ അകത്ത് വയറിനകത്ത് എന്തൊക്കെയോ ഉണ്ട് ഗൈസ്, എനിക്കിത് ഇഷ്ടമല്ല അത് വെട്ടാൻ. ഇത് കണ്ടോ, ഇതൊക്കെ ആണെങ്കിൽ ഇതുപോലെ വയറിനകത്ത് ഒന്നും ഇല്ലാതെ കിട്ടിയത്. എന്തായാലും വയറിനകം ക്ലീനായി. പക്ഷേ ഇതിൻ്റെ തൊലി ചെത്തണ്ട മീനാണെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല കേട്ടോ. അത് നോക്കിയേ, ഇതാണ് മീൻ. നാട്ടിൽ വെച്ച് ഞാൻ ഇതുപോലെ കുക്കിംഗ് ഒന്നും ചെയ്യാറില്ലായിരുന്നല്ലോ. അപ്പം നാട്ടിൽ വെച്ച് ഇങ്ങോട്ട് ജർമ്മനിക്ക് പോരുന്നതിന് മുന്നേ അത്യാവശ്യം ചില വിദ്യകളൊക്കെ പഠിച്ചിരിക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ചിക്കൻ മുറിക്കാനായിട്ട് എൻ്റെ വീട്ടിൽ തുടങ്ങുകയാണ്. അപ്പോൾ എനിക്കാണ് ഈ ചിക്കനെ തൊടാനായിട്ട് ഭയങ്കര അറപ്പ്. കാരണം ഇപ്പം ഞാനിങ്ങനെ കയ്യിലിട്ട് വിരകുന്ന കാണുമ്പോഴത്തേക്കും നിങ്ങൾ ഓർക്കും ഇതെന്താണ് ഈ മീനൊക്കെ എടുത്ത് കയ്യിലിട്ട് അമ്മാനം ഇടുന്നതെന്ന്. പക്ഷെ എനിക്കന്ന് ചിക്കനെ തൊടാനായിട്ട് ഭയങ്കര അറപ്പ്. അപ്പോഴത്തേക്കും എൻ്റെ ഡാഡി പറഞ്ഞു, ചിക്കനിൽ തൊട്ട് കഴിഞ്ഞാൽ കൈയൊക്കെ നല്ല സോഫ്റ്റ് ആകും, കൈയൊക്കെ ഒരു ക്ലെൻസിങ് പോലെയാണ് അതെന്ന്. പിന്നെ നമ്മൾ ചിക്കനും മീനും കൈ കൊണ്ടെടുക്കുന്നതിനൊന്നും പ്രശ്നമില്ല. നമ്മൾ ഡിറ്റർജൻ്റ് ഒക്കെ ഇടുമ്പോഴാണ് കൈ മോശമാകുന്നത്. ചിക്കനിലും മീനിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ കയ്യിൽ നല്ല 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 സൂപ്പറാകും എന്ന് പറഞ്ഞ് കേട്ടത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഇങ്ങനെ കൈ കൊണ്ടെടുത്ത് അല്ലെങ്കിൽ ഫിഷൊക്കെ ഇങ്ങനെ കൈ കൊണ്ടെടുത്ത് ഇങ്ങനെ അങ്ങ് വൃത്തിയാക്കും. ഓൾമോസ്റ്റ് ഒരു 7.5 കിലോഗ്രാം മീനാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വെട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പം നേരെ മസാലകൾ കുടഞ്ഞ് അങ്ങ് ഇടുകയാണ്. മസാലയും ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ എടുത്തൊരു വിരകലങ്ങ് വിരകണം. എന്നിട്ട് ഇതിനെ പല ട്രിപ്പായിട്ട് കറി വെച്ചും വറുത്തും ബേക്ക് ചെയ്തും കഴിക്കണം. മസാലകളൊക്കെ വെറുതെ അങ്ങ് കുടഞ്ഞിട്ടാൽ മാത്രം പോരാ കേട്ടോ, നല്ല കറക്റ്റായിരിക്കണം. മുളക് പൊടി കുറച്ച് മുന്നിൽ നിന്നാലും കുഴപ്പമില്ല. നല്ല എരിവ് കൂട്ടാൻ ആഗ്രഹമുള്ളവർക്ക് മുളക് പൊടി മുന്നിൽ നിന്നാലും കുഴപ്പമില്ല. നമ്മുടെ ഈ സാൽമൺ മീനിൻ്റെ, അതായത് ലാക്സിൻ്റെ തല ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. തല കുക്ക് ചെയ്യുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ കളയാത്തത്. കൊളാജൻ ഫിഷിൻ്റെ ഹെഡിൽ ധാരാളമായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തല എന്തായാലും കളയണ്ട. അപ്പം മസാലകളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഈ ഫിഷിലേക്ക് അങ്ങ് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മുടെ പല വിധത്തിലുള്ള കുക്കിംഗ് തുടങ്ങുകയാണ്. ഇവിടെ മത്തി കറി വെച്ചു, അതിനിടയ്ക്ക് എനിക്ക് വിശക്കുന്നു. അപ്പം ഫ്രോസൺ ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫ്രോസൺ ഫ്രൂട്ട്സ് അത് കുറച്ച് ഐസ് ഇരിപ്പുണ്ട്, എന്നാലും ഞാനത് കഴിക്കാമെന്നോർത്ത് എടുത്ത് കഴിച്ചു.
ജലദോഷവും പനിയും ആയതുകൊണ്ട് വല്ലാത്തൊരു ക്ഷീണമൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഫിഷ് എടുത്ത് വറക്കുകയാണ്. ഒരു കൊതി. ഞാൻ ലാക്സാണ് ഇപ്പം വറുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഡൊറാഡെ എന്ന മീൻ ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് ബേക്കിംഗ് ഓവനിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൊറാഡെ ഞാൻ ഇടയ്ക്ക് മേടിച്ച് ബേക്ക് ചെയ്യാറുള്ള ഒരു ഫിഷ് ഐറ്റമാണ്. ഈ ലാക്സിന് എങ്ങനെ പ്രിപ്പയർ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ്. വറുത്തെടുത്താലും നല്ല ടേസ്റ്റാണ്. മീൻ കറി വെച്ച് നല്ല പുളിയൊക്കെ ഇട്ട് കറി വെച്ചാലും ഈ ലാക്സ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിനുശേഷം ഞാൻ ഓർത്തു ഒന്ന് കുളിച്ചേക്കാമെന്ന്. അപ്പം ഞാൻ ആൽമണ്ട് ഓയിലാണ് ഇപ്പം തലയിൽ തേച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ജർമ്മൻ ഭാഷയിൽ മാൻഡൽ ഓയിൽ എന്നാണ് പറയുന്നത്. മാൻഡൽ ഓയിലിൻ്റെ കുപ്പിയായിരുന്നു അവിടെ ഇരുന്നിരുന്നത്. ഇപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു പുതിയൊരു നെക്ലേസ് വാങ്ങിച്ചു. അതെടുത്ത് ഒന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തു ഒരു കോഫി കുടിക്കാം. ബാൽക്കണിയിൽ പോയിരുന്ന് ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ച് കോഫി ഉണ്ടാക്കി. അതിനുശേഷം ബാൽക്കണിയിൽ പോയിരുന്ന് കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു.